പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾക്ക് കാലത്ത് നല്ല അയില കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറേ ആയി നമ്മൾ അയില കറിയൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ഇന്ന് അയില വന്നപ്പോൾ ഞാൻ വാങ്ങി. ഇനി അതൊക്കെ ക്ലീനാക്കി എടുക്കുകയാണ്. ഇനി വേഗം നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ മീനൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറി വെക്കാൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയുള്ളി കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് നൽകും കേട്ടോ. അപ്പോൾ കുറച്ച് ചെറിയുള്ളി ഞാനിവിടെ തൊലിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തൊലിച്ച് റെഡിയാക്കി. ഇനി ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു തക്കാളി, 2 പച്ചമുളക്. ഓക്കെ, ഇതാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ആ തക്കാളിയും പച്ചമുളകൊക്കെ എടുത്ത് നന്നായിട്ട് കട്ട് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇനി കുറച്ച് കല്ലുപ്പെടുത്ത് അതിനകത്തോട്ടിടുക. എന്നിട്ട് ഈ കൂട്ട് നന്നായിട്ട് അങ്ങ് കൈ കൊണ്ട് ഇളക്കിയെടുക്കണം. ഇനി വാളംപുളി ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ആ പുളിവെള്ളം കൂടി അതിനകത്തോട്ട് ചേർക്കുക. പിന്നെ ആ വെള്ളത്തിലോട്ട് ഉപ്പുപൊടി ആവശ്യത്തിന്, മുളക്, മഞ്ഞൾ, ആവശ്യമുണ്ടെങ്കിൽ മാത്രം മല്ലിപ്പൊടി, ഇത്രയും ചേർത്ത് മിക്സാക്കി വെക്കുക. ഇനി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ കേട്ടോ, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഉലുവയും ജീരകവും ഇടണം. ഞാൻ ഉലുവയും ചെറിയ ജീരകമാണ് കേട്ടോ ഇടാറുള്ളത്. അത് ഇടാത്തവരാണെങ്കിൽ ജസ്റ്റ് കറി വയ്ക്കുമ്പോൾ അതൊന്ന് ഇട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഉലുവ ഇട്ടിട്ട് നന്നായിട്ട് അത് മൂത്ത് വരട്ടെ. ആദ്യമേ തന്നെ കൊണ്ടുപോയിട്ട് ചെറിയ ജീരകം ഇടല്ലേ, കരിഞ്ഞു പോവേ. അപ്പോൾ ഉലുവ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കുറച്ച് ജീരകം അതിനകത്തോട്ട് ഇടുക. അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളത്തിൻ്റെ കൂട്ടുണ്ടല്ലോ, അത് ആ കറി അതിലോട്ട് ഒഴിക്കുക കേട്ടോ. ഇനി അത് അവിടെ കിടന്ന് നന്നായിട്ട് തിളക്കട്ടെ. ഓക്കെ, തിള വന്നുകൊണ്ടിരിക്കുന്നുണ്ടേ. അപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ഹൈപ്പ് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഞാൻ കറിയിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ മീനിലോട്ടൊക്കെ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് കറി ഇത് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് സെറ്റാക്കി എടുക്കാം. ഇനി തേങ്ങ കൂട്ടുന്നവരാണെങ്കിൽ അതിനകത്ത് തേങ്ങ കൂടി ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ തേങ്ങ കൂട്ടിയിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അരച്ച് വെച്ച തേങ്ങ അതിനകത്തോട്ട് ഒഴിക്കുകയാണ്. തേങ്ങ ഇല്ലാതെയും നന്നായിരിക്കും കേട്ടോ. തേങ്ങയുടെ ആവശ്യമില്ല, പക്ഷേ ഞാൻ തേങ്ങ കൂട്ടുന്നുണ്ട്. അപ്പോൾ തേങ്ങ ഒഴിച്ച് നന്നായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഈസി ആയിട്ടുള്ള അയിലക്കറി റെഡിയായി. അപ്പോൾ ഒത്തിരി ഫുഡൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഉച്ചയ്ക്ക് കഴിക്കാം അല്ലേ. അപ്പോൾ ഇതാണ് ഇന്നത്തെ കുഞ്ഞതായിട്ടുള്ളൊരു വീഡിയോ കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മീൻ അവിടെ ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനതും കൂടി ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നിങ്ങളിൽ ഒരാൾ ഞാനും. ഓക്കെ, എല്ലാവർക്കും ഓക്കെ.